ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ലൈവ് സെഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബോഹ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പേജിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യണം. സോ ഓൾമോസ്റ്റ് സെൻറ്ററിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് എൻ്റെ ഫുൾ സെഗ്മെൻറ്റ്സ് 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 2 3 4 അങ്ങനെ 4 നമുക്കുണ്ട്. അപ്പോൾ ഇനീഷ്യലി ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് പോർഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. ഞാൻ പർട്ടിക്കുലർലി ഇന്ന് യൂസ് ചെയ്യുന്നത് ഒരു പിങ്ക് ആൻഡ് ഒരു പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആൻഡ് ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്നുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒരു 6 ആക്ക് പോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ബ്ലൂ ഇത്രയും കൊടുത്ത സ്ഥിതിക്ക് ഇനി ബ്ലൂവിൻ്റെത് ഞാൻ ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് കൊടുക്കുന്നത്. ലീഫിൻ്റെ ഷേപ്പിലായിരിക്കും ഈ ത്രൂ ഔട്ട് ഇത് കൊടുക്കുക. ഇത് ഈ ഒരു ലെവൽ വരെ നീണ്ടിട്ടുള്ള ഇതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ബ്ലാക്ക് പെൻ എടുക്കുന്നു. ഈ ലീഫിൻ്റെ മുകളിലൂടെ ഞാൻ വേറൊരു ലീഫ് വരയ്ക്കും. ഓക്കെ, ആ ലീഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ കേർവ് ചെയ്ത് വരിക. എന്നിട്ട് മുകളിൽ നിന്ന് ഇതേ ഷേപ്പിൽ ഇതിൻ്റെ പകുതി ഭാഗം ഈ ഒരു കളറിൻ്റെ മുകളിലൂടെ വരുന്ന രീതിയിൽ വരയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മൾ ഈ ഒരു ലൈൻ കൊടുക്കുക. 1 2 3 4. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ വരുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കിവിടെ നിന്ന് ഒരു ലീഫും അതിൻ്റെ ഒരു ഷാഡോ പോലത്തെ ഫിഗറും അതൊക്കെ തന്നെ വരുന്നുള്ളൂ. ഇനി നമുക്കുള്ളത് നമ്മുടെ ഇപ്പുറത്തെ സൈഡാണ്. ഈ സൈഡിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്ത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണർ, അതായത് നെക്സ്റ്റ് വണ്ണിൽ ഇതെവിടെയാണ് കൊടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ, സോ വിച്ച് മേക്സ് ഇറ്റ് ദിസ് എൻഡ്. ആ എൻഡിൽ നമ്മൾ ചെറിയൊരു കൊടുക്കുന്നു. അതിലൂടെ സെയിം ഡിസൈനാണ് ഒന്ന് ഫിൽ ചെയ്തിട്ട് ഇനി അതിൽ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ബ്ലൂ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സിഗ്സാഗ് ഫ്രീ ഹാൻഡ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതിലാണ് നമുക്ക് നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കോർണറിൽ പോകുന്നു. ഈ ഒരു കോർണറിൽ നിന്ന് ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു ലൈൻ എടുത്തു. എന്നിട്ട് ഇങ്ങനൊരു ഡിസൈൻ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ പല ആർട്ടിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മോട്ടീവ്. നമുക്കതിങ്ങനെ ഒരു ലീഫിൻ്റെ ഒരു സ്ട്രാൻഡ് എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇനി ഇതേ പോയിന്റിൽ നിന്ന് അടുത്ത ഒരു ഇത് കൂടെ കൊണ്ടുവന്നു നമ്മളിത് ഇങ്ങനെ വരച്ചു. ഇവിടെ ഒരു ലീഫേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം വിങ്സ് പോലെയാണ്. ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് 2 ലീഫ് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോയി മുകളിലേക്ക് പോകും. 2 സെഗ്മെൻ്റായിട്ടാണ്. വരയ്ക്കുമ്പോൾ ഇപ്പുറത്ത് ഇതും ഇതായി പോകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ക്ലീനായിട്ടിരിക്കണം. ഒന്നിൻ്റെ മേലേക്ക് ഒന്നും വരാൻ പാടില്ല.
ഇനി നമുക്ക് തേർഡ് സെഗ്മെൻറ്റാണ്. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നത് കേട്ടോ. ഇപ്പോൾ തേർഡ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ എടുക്കുന്നത്. ഈ ബോക്സിൻ്റെ ഏറ്റവും മിഡല്ല, മിഡിന് കുറച്ച് താഴെയായിട്ട്, ഇപ്പോൾ ഇതാണ് മിഡെന്ന് കൺസിഡർ ചെയ്ത് താഴെയായിട്ട് ഇത് ഇങ്ങനൊരു ലൈൻ കൊടുക്കുക. ഇങ്ങനെ ലൈൻ കൊടുത്ത് ഇത്രയും ലൈൻ കൊടുക്കും, ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളിതൊന്ന് കംപ്ലീറ്റ്ലി ഈ ഒരു ബോക്സിനകത്ത് പിങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളർ വേണമെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം. ഫില്ല് ചെയ്യാൻ വാട്ടർ കളേഴ്സ്, ബ്രഷ് പെൻസ് ഇതൊക്കെയാണ് നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ് സ്കെച്ച് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ലാസ്റ്റ് ഡേ ക്ലാസ്സിൽ ചിലരൊക്കെ സ്കെച്ച് വെച്ചിട്ടായിരുന്നു. സ്കെച്ച് അല്ലെങ്കിൽ കളർ പെൻസിൽസ് യൂസ് ചെയ്യുക. സ്കെച്ച് വെച്ച് ചെയ്യുമ്പോൾ ചില സമയം ഭയങ്കര ഡാർക്കറായിട്ട് വരും. അപ്പോൾ ആ ഒരു ബ്യൂട്ടി പോകും നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ യൂസ് പെൻസിൽസ് നല്ലൊരു ഓപ്ഷനാണ്. മൈ പിങ്ക് ഇസ് റണ്ണിങ് ഔട്ട്. നമുക്ക് തീരുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു പെയിൻറ്റ്. ഓൾറൈറ്റ്, നമ്മൾ പിങ്ക് കൊടുത്തതാണ്. ഇനി ഇറ്റ്സ് ബ്ലൂ സ്റ്റോൺ. ഈ പിങ്കിന് ഇങ്ങനെ കൊടുത്ത പോലെ തന്നെ ഈ മിഡിന് കുറച്ച് മുകളിൽ താഴോട്ട് ഇങ്ങനെ ബ്ലൂ കൊടുക്കണം. ബ്ലൂ കുറച്ച് കൂടുതൽ പോർഷൻ വരും, ബട്ട് ദാറ്റ്സ് ഫൈൻ. ഇങ്ങനെ വേണം. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഒരു ഇങ്ങനെ വലിയ വലിയ സർക്കിൾസ്, ഒരുപാടെണ്ണമല്ല, ഒരു ലെറ്റ്സ് സേ ഒരു ഇപ്പോൾ നമ്മൾ 4 ഒരു 7 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ പകുതിയെ വരയ്ക്കുന്നുള്ളൂ. പകുതി അപ്പുറത്ത് പോയ പോലെ 7 അത്രേ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു ഡോട്ട്സ് അവിടെ എവിടെയായിട്ട്. അതിനൊരു സ്പെസിഫിക് നമ്പർ ഇല്ല, ഒരുപാട് എണ്ണം ഉണ്ടെന്ന് തോന്നിക്കരുത്, ഒരു മൈൽഡായിട്ട് ഇല്ല. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെയൊക്കെ ഫിൽ ചെയ്യുക എന്നുള്ളത് ടാസ്ക്. നമ്മളിവിടെ പിങ്ക് കുറച്ച് അധികം കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ അത്ര ശരിയല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ കളർ മാത്രം അങ്ങനെ വരുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഒരു കണ്ടോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം. ഉള്ളത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. ആ പാർട്ടിൽ നമ്മൾ കുറച്ച് സിംപ്ലസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊരു ഫ്രീ ഹാൻഡിൽ ഒരു സർക്കിൾ വരയ്ക്കുക, നമ്മുടെ പിങ്കിൻ്റെ ഒരു സർക്കിൾ. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതും അല്ലാത്തൊരു സർക്കിൾ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് 6 ആക്ക് കൊടുത്തില്ലേ, അത് 4 സൈഡിലും കൊടുക്കുക. ഒരുപാട് വലുതല്ല, ഒരു ചെറുത്.
എന്നിട്ട് അതിനെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബോഹോൻ്റെ എസ്തെറ്റിക്സ് ആണ്. അതായത് ഒരേ എസ്തെറ്റിക്കിൽ വരുന്ന 4 ബോഹോ പെയിൻറ്റിങ്. ഇനി എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. എസ്തെറ്റിക് ഒരേ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരേ കളേഴ്സാണ്. ഒരേ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ 4 പെയിൻറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് കംസ് അണ്ടർ ആൻ എസ്തെറ്റിക്. അതേപോലെ ഒരേ കാറ്റഗറി ഓഫ് തിങ്സ്, ഒരേ ടൈപ്പ് ഓഫ് തിങ്, അല്ലെങ്കിൽ ഒരു തീമിൽ, ഒരു കളർ സെൻസിൽ അങ്ങനെ വരുന്ന ഒരു കാറ്റഗറി ഓഫ് മൾട്ടിപ്പിൾ തിങ്സിനെയാണ് നമ്മൾ എസ്തെറ്റിക് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരേ കളർ തീമിൽ ബ്ലാക്ക്, പിങ്ക് ആൻഡ് ബ്ലൂ, ഈ 3 എണ്ണത്തിലാണ് നമ്മൾ ഇത്രയധികം പെയിൻറ്റിങ് ചെയ്യുന്നത്. സോ ദിസ് കംസ് അണ്ടർ ആൻ എസ്തെറ്റിക്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബോഹോൻ്റെ തന്നെ എസ്തെറ്റിക് പെയിൻറ്റിങ് ആണ്. ഓക്കെ, നമുക്കിനി ഫൈനലി ചെയ്യാനുള്ളത് ഇതിൽ ഡിസൈൻ വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഫസ്റ്റ് വരയ്ക്കാനുള്ളത് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് ഇത്തിരി കർവി ആയിട്ടുള്ള കേട്ടോ. എന്നിട്ട് അതിൻ്റെ കുറച്ച് മുൻപേ നിന്ന് അതിനെ ക്രോസ് ചെയ്ത് ഒരെണ്ണം കൂടെ വരയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വി വരയ്ക്കുക, കുറച്ച് വീതിയുള്ള വി. അതിൻ്റെ നടുവിലും 2 ലൈൻ, അത് കഴിഞ്ഞിട്ടും 2 ലൈൻ കൊടുക്കുക. സെയിം തന്നെ ഇവിടെയും പ്രോസസ്സ്. 2 വി കൊടുത്തു, അതിൻ്റെ നടുവിൽ 2 എണ്ണം കൊടുത്തു, ഈ അറ്റത്ത് 2 എണ്ണം കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ടിപ്പിൽ നല്ലൊരു ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ഡോട്ട്സ് കൊടുക്കും. ഇത്രയാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഈ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഇതാണ്. സോ ബാക്കി ചെയ്യാത്തവർ ഇതെല്ലാം ചെയ്ത് നോക്കുക. താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.